മോരും വെള്ളം വിറ്റ് സ്കൂൾ അവധിക്കാലം ആസ്വദിച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സൂഫിയാൻ. വേനൽ കടുത്തതോടെ ദാഹിച്ചു വലഞ്ഞെത്തുന്നവർക്ക് ദാഹമകറ്റാൻ ബളാന്തോട പെട്രോൾ പമ്പിന് സമീപമാണ് 7ാം ക്ലാസ്സുകാരന്റെ മോരും വെള്ളം വിൽപ്പന. മാങ്ങ പറിച്ചും കളിച്ചും കലാപരവും കായികപരവുമായ ക്ലാസുകൾ സ്വായത്തമാക്കിയും കുട്ടികൾ വേനലവധിയിൽ ഉല്ലസിക്കുമ്പോൾ 7ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് സൂഫിയാൻ വേനൽക്കാലത്ത് ദാഹിച്ചെത്തുന്നവർക്ക് മോരും വെള്ളം വിൽപ്പനയുമായി സജീവമാണ്. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിൽ ബളാംതോട് പെട്രോൾ പമ്പിന് സമീപമാണ് മോരും വെള്ളം വിൽപ്പന. എന്റെ ചേച്ചിയാണ് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ബൈക്ക് പോയിട്ട് മോരും വെള്ളം വിറ്റോ പറഞ്ഞേ. ഫോൺ നോക്കി കളിക്കണ്ട പറഞ്ഞേ. ചേച്ചിയാണ് പറഞ്ഞത് മോരും വെള്ളം വിറ്റോന്ന്. അപ്പൊ ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് വിൽക്കണേ. ഇപ്പൊ ആരൊക്കെ സഹായിക്കാനുള്ളത്? ഇപ്പൊ സഹായിക്കാൻ ഓനും വന്ന് ഓനും വന്നു. പേര് ഓന്റെ പേര് അമ്പാൻ, ഓന്റെ പേര് സുഫിയാൻ. അപ്പൊ എത്രാം ക്ലാസ് പഠിക്കുന്നത്? ഞാനും 7-ല്, സുഫിയാനും ഞാനും 7-ല്, ഓന് 6-ല്. ഇപ്പൊ ഇത് ഈ എത്ര മോരിന് 1-ന് 20. എങ്ങനെയുണ്ട്? കച്ചവടം ഉണ്ടോ? കച്ചവടമൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ വേനൽക്കാലത്ത് റോഡിൽ പോകുന്നവര് ചിലവർ നിർത്തും. നമുക്ക് സഹായി, അവർക്ക് സഹായി. അവരെ ദാവണ്ടൊക്കെ മാറും, നമ്മളെ കച്ചവടം നടക്കും. സൂഫിയാന്റെ ഉമ്മ എം അനീസയാണ് മോരും വെള്ളം ഉണ്ടാക്കി നൽകുന്നത്. ഒരു ദിവസം 700 രൂപയോളം വരുമാനം ഉണ്ടാകുന്നുവെന്ന് സൂഫിയാൻ പറയുന്നു. കുഴപ്പമില്ല. ഇതാരാ മോരൊക്കെ ഉണ്ടാക്കി തരുന്നത്? അമ്മമാര്. ഏകദേശം എത്ര ലിറ്റർ വരെ വിൽക്കും? 5-10 തൊട്ട തൈര്. ആരെ സഹായിക്കുന്നത്? നമ്മ വെറുതെ വേനൽക്കാലായിക്കൊണ്ട് നമ്മൾ വന്ന് ഇവിടെ വിൽക്കാൻ വാങ്ങി. അപ്പൊ പോകുന്ന വഴിയാത്രക്കാർക്കെല്ലാം നമ്മ കൊടുക്കും. പിന്നെ നമുക്ക് കുറച്ച് സഹായമാവും, അവർക്കും സഹായവും. മോരും വെള്ളം വിറ്റ് കിട്ടുന്ന കാശ് ഉമ്മായിക്ക് കൊണ്ടു കൊടുക്കും. സഹോദരങ്ങളായ സിയാദ്, ഫാത്തിമ, നജ്ല എന്നിവരും സഹായത്തിന് ഒപ്പമുണ്ട്. മുഹമ്മദ് സൂഫിയാന്റെ രുചിയേറിയ മോരും വെള്ളം വഴിയാത്രക്കാർക്ക് ഇപ്പോൾ സുപരിചിതമാണ്. രാജേഷ് ഓട്ടമല, ന്യൂസ് ബ്യൂറോ, ബളാന്തോട്.